ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു നീഡ് ലിവ് ഡിസൈൻസ്. ഇന്ന് ഞാനൊരു പുതിയൊരു മെഷീൻ എടുത്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കമ്പനി ഉഷയാണ്. ഇത് ഉഷയുടെ US-B5 എന്ന മോഡലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ ത്രെഡ് വെച്ചെടുക്കുന്നത്. രണ്ട് ത്രെഡ് നമുക്ക് വെച്ചെടുക്കാം. ഒന്ന് നമുക്ക് നൂല് ബോബിനിൽ ചുറ്റാനും ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നൂലിടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പിന്നെ അതിൻ്റെ ചവിട്ട് വരുന്നത്. പിന്നെ ടേബിളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടേബിളാണ് ഇതിന് വരുന്നത്. ഇത് എനിക്ക് ഉപയോഗിച്ച് പരിചയമൊന്നുമില്ല. എന്തായാലും ഒന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഉപയോഗിച്ച് നോക്കുമ്പോഴല്ലേ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. മെറിറ്റിൻ്റെ ഈ ഒരു മെഷീൻ വെച്ചാണ് ഞാൻ ഇത്രയും കാലം സ്റ്റിച്ച് ചെയ്തിരുന്നത് കേട്ടോ. ഏകദേശം ഒരു 10-20 വർഷത്തോളമായിട്ടുണ്ട് ഈ ഒരു മെഷീൻ വാങ്ങിച്ചിട്ട്. അത്യാവശ്യം വർക്ക് ഞാൻ ഇതിന്മേൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മെഷീനായിരുന്നു. അങ്ങനെ കാര്യമായിട്ടുള്ള കംപ്ലൈൻറ്റും പ്രശ്നങ്ങളൊന്നും ഇതിന് ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്കൊരുപാട് വർക്ക് ചെയ്തിട്ടുള്ള മെഷീനും കൂടിയാണ് ഇതേ. പുതിയൊരു മെഷീൻ വാങ്ങാനായിട്ട് കാരണങ്ങളുണ്ടായി. അപ്പോൾ ഞാനിത് വഴിയെ പറയാം. പിന്നെ ഇതിൻ്റെ പ്ലഗ് ഉണ്ടല്ലേ, വലിയ പ്ലഗ്ഗാണ് വരുന്നത്. കാരണം അപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ പ്ലഗിലൊന്നും ഇത് പോകുന്നില്ല. അപ്പോൾ ഇതിന് എക്സ്ട്രാ ഇതുപോലത്തെ ഒരു പ്ലഗ് വാങ്ങിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിന്മേൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ നേരെ സ്വിച്ച് ബോർഡിലേക്ക് കൊടുത്തിട്ടുള്ളത്. നേരെ ഡയറക്റ്റ് അത് നമ്മൾ പ്ലഗിലേക്ക് കുത്താൻ പറ്റുന്നില്ല. അതിനുശേഷം ഇതേപോലെ അതിൻ്റെ സ്വിച്ച് ഓണാക്കി. പിന്നെ അതിനുശേഷം ഇവിടെയാണ് അതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. ഈ ഒരു പവർ ബട്ടൺ ഓണാക്കി കഴിയുമ്പോൾ ഒരു സ്ക്രീനിൽ ഇതേപോലെ ലൈറ്റ് വരും. ഈ ഒരു സ്ക്രീനിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിക്കാണ് മുകൾക്കുള്ള ആ ഒരു ബട്ടൺ കണ്ടില്ല, അത് നമുക്ക് സ്പീഡ് കൂട്ടാനും ഉള്ളതാണ്. അതേപോലെ അടിയത്തെ ബട്ടണ് സ്പീഡ് കുറക്കാനുള്ളതാണ്. പിന്നെ ബാക്കിയൊക്കെ എന്തൊക്കെയോ ബട്ടണുകളൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ വഴിയെ പഠിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു ബൾബുണ്ട്. നമുക്ക് നീഡിലിൻ്റെ അടുത്തായിട്ടൊരു ബൾബ്, അതിനുള്ള സ്വിച്ചാണ് ഈ ഒരു സംഭവം ഇതുള്ളത്. പിന്നെ ഉള്ളത് സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു റെഡ് ബട്ടണാണുള്ളത്. ഇതേപോലെ തന്നെ അതിൻ്റെ അടിയിലുള്ള ആ സംഭവം ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പ്രസ് ബട്ടൺ അമർത്തിയതിന് ശേഷം ഇതേപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ 1 മുതൽ 4 വരെയുള്ളത്. പിന്നെ ഈ ഒരു സംഭവം ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് നമുക്ക് ഈ പ്രഷർ ഫുട്ട് പൊന്തിക്കാനുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് മുട്ട് വെച്ചിട്ട് പൊന്തിച്ചെടുക്കുക. ഇത് ഇതേപോലെ തന്നെ കെട്ടിട്ടെടുക്കാനുള്ളതാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കെട്ടിട്ട് കൊടുക്കുമല്ലോ, ആ സംഭവം ആദ്യമേ പിടിച്ചിട്ട് ഇങ്ങനെ താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് കെട്ടിട്ടെടുക്കും. പിന്നെ ഓയിൽ ഒഴിക്കേണ്ടത് ഇത് മെഷീൻ്റെ അടിയിലാണ്. ഇതിൻ്റെ ഹെഡ് പൊന്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇതേപോലെ ഓയിൽ ഒഴിച്ചെടുക്കേണ്ടത്. ആ ഓയിൽ ഹൈ എന്നുള്ളതുവരെ ഓയിൽ ഒഴിച്ചെടുക്കണം എന്നാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു തന്നത്. ഇതിൻ്റെ ഹെഡിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ സാധാ ഒരു മെറിറ്റിൻ്റെ മെഷീൻ ഉപയോഗിച്ചിട്ടില്ല, അത് ഒറ്റ കൈ കൊണ്ട് അതിന് പൊന്തിക്കാമല്ലോ. ഇത് നല്ല ശക്തി ഉപയോഗിച്ചിട്ട് തന്നെ ഇതിൻ്റെ ഹെഡ് പൊന്തിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ അതവിടെ വെച്ചതിന് ശേഷം ഇതേപോലെ ഓയിലൊക്കെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എപ്പോഴൊന്നും ഒഴിക്കണ്ട. ഇനി അത് ആ ഓയിൽ നിറം മാറുമ്പോൾ മാത്രം മാറ്റി ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി ഈ നൂല് കോർക്കുന്നതും ബോബിനിൽ നൂല് ചുറ്റുന്നതും പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഞാൻ ബാക്കി വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ ഞാൻ മെഷീൻ വാങ്ങിക്കാൻ കാരണം പറഞ്ഞില്ലേ, എൻ്റെ പഴയ മെഷീൻ ഇതേപോലെ കേടുന്നപ്പോൾ ഞാൻ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു ഇത് അത്യാവശ്യം വർക്ക് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ പാർട്സൊക്കെ തേഞ്ഞ് പോയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നല്ല വർക്ക് ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ എടുക്കാമായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു മെഷീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.